ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഫുട്ബോൾ തീം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. കേക്ക് ബേക്ക് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതുമൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. 2 kg വെയിറ്റ് വരുന്ന വാനില വെൽവെറ്റ് കേക്കാണ് ചെയ്യുന്നത്. 9.5 ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം വാനില കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ബൗളിലേക്ക് 4 മുട്ടയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ തന്നെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. സ്റ്റാൻഡ് മിക്സറിലാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ടാണ്. ബീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മാവൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഹാൻഡ് ബീറ്ററിനെക്കാട്ടി കുറേ കൂടി നമ്മുടെ ജോലി എളുപ്പമാക്കും ഈ സ്റ്റാൻഡ് മിക്സർ. മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മൈദ മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ പാല് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ മാവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചു കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. മുമ്പ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിത് ഇച്ചിരി സ്പീഡിലാണ് കാണിക്കുന്നത്. വളരെ പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ബാറ്ററൊക്കെ ഒരുപാട് അങ്ങ് താഴ്ന്നു പോകും. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളയണം. അതിനുശേഷം ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെക്കണം. 5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ബൗളിലേക്ക് 4 മുട്ടയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കിലേക്ക് ആവശ്യത്തിന് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ റെഡ് കളറാണ് ഞാനിവിടെ ചേർക്കുന്നത്. മാജിക് റെഡാണ് ഞാൻ എടുത്തത്. 1/4 ടീസ്പൂൺ ചേർക്കുമ്പോൾ തന്നെ നല്ല കളറ് നമ്മുടെ കേക്കിന് കിട്ടും. മുട്ടയൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ കളറൊക്കെ മാറി വരണം. ആ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി നല്ല വൈറ്റായിട്ട് വരണം. ജസ്റ്റ് ഒന്ന് കോരി നോക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 3-മത്തെയോ 4-മത്തെയോ സ്പീഡിലിട്ടാൽ മതി. ആദ്യം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഫുൾ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഓയിൽ ചേർക്കുമ്പോൾ ഒരു 3-മത്തെയോ 4-മത്തെയോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി മൈദയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതും 9.5 ടിന്നിലൊഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളയാൻ ശ്രദ്ധിക്കണം. വാനില കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ്സിനായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കേക്ക് വെറ്റ് ചെയ്യുന്നതിനായിട്ട് പാലിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. റെഡ് വെൽവെറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്.
ഇനി ഓരോ കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ചൂടോടുകൂടി കട്ട് ചെയ്യരുത്. അത് നോർമലായിട്ടിരുന്ന് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവുകയും അതിൻ്റെ ഈർപ്പം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് ബോർഡ് തെന്നിപ്പോകാതിരിക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ നനച്ച് ടേൺ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്കാണ് കേക്ക് ബോർഡ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം തേച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് റെഡ് വെൽവെറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ക്രീം കൊടുത്ത് ഒന്ന് ലെയർ ചെയ്യാം. സ്റ്റാൻഡ് മിക്സറിൽ ക്രീം ബീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇതിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇടുന്നുണ്ട്. ഇത് നിർബന്ധമല്ല. സെക്കൻഡ് ലെയറായിട്ട് വാനില കേക്ക് വെച്ച് കൊടുക്കാം. അതും ഒന്ന് വെറ്റ് ചെയ്ത് ക്രീം കൊടുക്കാം. വാനില കേക്കിന് ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 കമ്പനിയുടെ കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ടാണ് 2 കളറ്. ഒന്ന് മിൽക്കി മിസ്റ്റും ഒന്ന് അമൂലും. ഇതിലേക്ക് ഒരല്പം സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം. ഓവർ ആകരുത്, ഒരല്പം മതി. അപ്പോൾ ഇതിനൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഒരുപാടായാൽ ഈ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് വളരെ കുറച്ചേ ചേർക്കാവൂ. അടുത്തതായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ബാക്കി ലെയറും ചെയ്തെടുക്കാം. ഫൈനൽ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി ഈ കേക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിനുശേഷം മാത്രം ഫൈനലൈസിങ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ കേക്കൊന്ന് ഫൈനലൈസിങ് ചെയ്യുന്നുണ്ട്. പ്യുവർ വൈറ്റിന് പകരം ചെറിയൊരു വാം ലുക്ക് കിട്ടാനായിട്ട് ഓഫ് വൈറ്റ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് കുറച്ച് ക്രീമിലേക്ക് ഒരു നുള്ള് യെല്ലോ കളർ ചേർത്തിട്ട് മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളർ കൂടരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് കളർ കിട്ടും. കേക്കിൻ്റെ മുകൾ ഭാഗം ഒരുപാട് ഫിനിഷ് ആവേണ്ട ആവശ്യമില്ല.
കേക്കിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ഓയിൽ ബ്രഷ് ഡിസൈനാണ് കൊടുക്കുന്നത്. ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് തലേ ദിവസമേ ഞാൻ ചെയ്ത് വെച്ചതാണ്. 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് മെൽറ്റ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ക്ലിംഗ് റാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാനായിട്ട് നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യുന്നതിന് അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ ഇതിലേക്ക് ആവശ്യത്തിന് ബ്ലാക്ക് കളർ ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചുല കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. ഇവിടെയാണ് എനിക്ക് പണി കിട്ടിയത്. ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇത് വരയ്ക്കുമ്പോൾ എല്ലാ കോളവും ഈക്വൽ സൈസൊക്കെ ആയിരിക്കണം. ഞാൻ ചെയ്ത് വന്നപ്പോൾ ഓരോന്നും ഓരോ സൈസായി പോയി. അതുകൊണ്ട് അവസാനം ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ മോൻ്റെ സഹായമാണ് തേടിയത്. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നന്നായിട്ട് പടം വരയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ അവനെ ഏൽപ്പിച്ചത്. അവൻ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ റോയും നല്ല കറക്റ്റ് അളവിന് അവൻ വരച്ചെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരച്ചെടുത്തതാണ്, പക്ഷേ അത് അത്രത്തോളം നേരെയായില്ല. അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് മായ്ക്കേണ്ടി വന്നു. ഇനി അവൻ വരച്ചത് കാണിച്ചു തരാം. അപ്പോൾ ഡിസൈൻ കിട്ടി. ഇനി ഇതിൻ്റെ പുറത്തുകൂടി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ സ്പാച്ചുല കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഒരുപാട് ലൂസാക്കിയില്ല. അതുകൊണ്ടാണ് എനിക്ക് വരയ്ക്കുന്നതിൽ ഒരിച്ചിരി ടൈറ്റായിട്ട് തോന്നിയത്. പിന്നെ ഒരുപാട് ബ്ലാക്ക് കളറൊന്നും ചേർത്ത് കളയരുത്. കൂടിപ്പോയാൽ ഒരു 3-4 തുള്ളിയേ ചേർക്കാവൂ. അത് ചേർത്തതിന് ശേഷം നമ്മൾ സ്പാച്ചുല കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് കളറായിരിക്കും. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ നമുക്ക് കിട്ടും.
കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.